ഓം ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗവിദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവയരം സർവലോകൈനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ കഴിഞ്ഞ ദിവസം കൃഷ്ണൻ്റെ വിവാഹം കഴിച്ച 5 റാണികളുടെ കഥയാണ് പറയാൻ തുടങ്ങിയത്. വേട്ടയാടി തളർന്ന അർജുനന് ദാഹം തോന്നിയതിനാൽ കൃഷ്ണനുമൊത്ത് അദ്ദേഹം യമുനാ തീരത്തേക്ക് നടന്നു. യമുനാ തീരത്തെത്തി കൈയും കാലും മുഖവും കഴുകി യമുനയിലെ തെളിനീർ കുടിച്ച് വിശ്രമിക്കുമ്പോൾ വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി യമുനാ തീരത്തുകൂടി നടക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ചു വരാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. കൃഷ്ണൻ്റെ ആജ്ഞ അനുസരിച്ച് കൃഷ്ണൻ സുന്ദരിയായിരിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തെത്തി. അവളുടെ ശരീരം ആകർഷകമായിരുന്നു. തിളങ്ങുന്ന പല്ലുകൾ, പുഞ്ചിരി നിറഞ്ഞ മുഖം. അർജുനൻ ചോദിച്ചു, പ്രിയപ്പെട്ട പെൺകുട്ടി, ഉന്നതസ്ഥനിയായിരിക്കുന്ന നീ എത്ര സുന്ദരിയായിരിക്കണം? നീ ആരാണാവോ? ഏകയായി നീ ഇവിടെ ചുറ്റിക്കറങ്ങുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്തിനാണ് നീ ഇവിടെ വന്നത്? അനുരൂപനായിരിക്കുന്ന ഭർത്താവിനെ തേടി വന്നതായിരിക്കുമെന്ന് ഊഹിക്കട്ടെ. വിരോധമില്ലെങ്കിൽ എന്താണ് ഉദ്ദേശമെന്ന് പറഞ്ഞാലും ലക്ഷ്യം സാധിച്ചു തരാൻ ഞാൻ ശ്രമിക്കാം. യമുനാ നദി മനുഷ്യരൂപം ധരിച്ചതായിരുന്നു ആ പെൺകുട്ടി. അവൾ പറഞ്ഞു, ശ്രീമാൻ, ഞാൻ സൂര്യദേവൻ്റെ പുത്രിയാണ്. ഭഗവാൻ വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ ഞാനിപ്പോൾ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പരമപുരുഷനാകയാൽ അദ്ദേഹം എനിക്ക് യോജിച്ച ഭർത്താവാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങ് അറിയാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. പെൺകുട്ടി തുടർന്നും പറഞ്ഞു, ശ്രീമാൻ, മഹാവീരനായിരിക്കുന്ന അർജുനനാണ് അങ്ങെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഭഗവാൻ വിഷ്ണുവിനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയില്ല. എന്തെന്നാൽ ജീവാത്മാക്കളുടെ എല്ലാം ഒരേ ഒരു രക്ഷകനും ബദ്ധാത്മാക്കൾക്ക് മുക്തിദായകനുമായിരിക്കുന്ന അദ്ദേഹം മാത്രമേ യഥാർത്ഥ ഈശ്വരനായിട്ടുള്ളൂ. എന്നിൽ പ്രസാദിക്കാൻ അങ്ങ് ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ അങ്ങയോട് നന്ദിയുള്ളവളായിരിക്കും. അർജുനൻ വലിയ കൃഷ്ണഭക്തനാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒരിക്കലും കൃഷ്ണൻ തിരസ്കരിക്കുകയില്ലെന്നും യമുന എന്ന ആ പെൺകുട്ടിക്ക് നന്നായി അറിയാം. നേരിട്ട് കൃഷ്ണനെ സമീപിക്കുന്നത് ചിലപ്പോൾ നിഷ്ഫലമായേക്കാം. എന്നാൽ കൃഷ്ണൻ്റെ ഭക്തനിലൂടെ അദ്ദേഹത്തെ സമീപിച്ചാൽ അത് വിജയകരമാവുമെന്ന് തീർച്ചയാണ്. അവൾ തുടർന്നു, എൻ്റെ പേര് കാളിന്തി. ഞാൻ യമുനയിലെ ജലാന്തർഭാഗത്ത് വസിക്കുന്നു. ജലാന്തർഭാഗത്ത് വസിക്കാൻ പറ്റിയ രീതിയിൽ ഒരു ഭവനം എൻ്റെ പിതാവ് എനിക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനെ കണ്ടെത്താത്തിടത്തോളം കാലം ജലത്തിൽ തന്നെ കഴിഞ്ഞ് കൂടുമെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവാകയാൽ കൃഷ്ണൻ സർവവും അറിയുന്നവനാണെങ്കിലും കാളിന്തിയുടെ സന്ദേശം അർജുനൻ കൃഷ്ണനെ അറിയിച്ചു. കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ കൃഷ്ണൻ കാളിന്തിയെ സ്വീകരിച്ചു. അവളോട് തേരിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ യുധിഷ്ഠിരൻ്റെ സമീപത്തേക്ക് പോയി. തുടർന്ന് സ്വർലോകത്തെ ദേവശില്പിയായിരിക്കുന്ന വിശ്വകർമാവ് നിർദ്ദേശിക്കുന്ന രീതിയിൽ തനിക്ക് ഇണങ്ങും വിധം ഒരു മന്ദിരം പണിയാൻ സഹായിക്കണമെന്ന് യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ ഉടൻ തന്നെ വിശ്വകർമാവിനെ വരുത്തി രാജാ യുധിഷ്ഠിരൻ്റെ ആഗ്രഹമനുസരിച്ചുകൊണ്ട് ഒരു നഗരം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടു. നഗര നിർമ്മാണം പൂർത്തിയായപ്പോൾ തങ്ങൾക്ക് കൃഷ്ണൻ്റെ സാമീപ്യം കൊണ്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറേ നാൾ കൂടി ഒപ്പം താമസിക്കാൻ യുധിഷ്ഠിരൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. അതനുസരിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ കുറച്ചുനാൾ കൂടി അവിടെ പാർത്തു. ഇതിനിടയിൽ ദേവേന്ദ്രൻ്റെ വകയായ ഖാണ്ഡവ വനം നേർച്ചയാർപ്പിക്കുക എന്ന ലീലയിൽ ഏർപ്പെട്ടു. ഖാണ്ഡവ വനം അഗ്നിദേവന് സമർപ്പിക്കാനാണ് കൃഷ്ണൻ ആഗ്രഹിച്ചത്. അതാണ് നേർച്ചയാർപ്പിക്കുക എന്ന് പറഞ്ഞത്. പലതരം മരുന്നുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഖാണ്ഡവ വനം. അത് ഭുജിച്ച് ഓജസ് വർദ്ധിപ്പിക്കാൻ
പലതരം മരുന്നുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഖാണ്ഡവവനം. അത് ഭുജിച്ച് ഓജസ് വർദ്ധിപ്പിക്കാൻ അഗ്നി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നേരിട്ട് ഖാണ്ഡവവനത്തെ സ്പർശിക്കാൻ അഗ്നി തയ്യാറായില്ല. പകരം സഹായത്തിനായിട്ട് കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പണ്ട് താൻ കൃഷ്ണന് സുദർശനം നൽകിയതിനാൽ അദ്ദേഹം തന്നിൽ സംപ്രീതനാണെന്ന് അഗ്നിക്കറിയാം. അങ്ങനെ അഗ്നിയെ സംതൃപ്തനാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ അർജുനന്റെ സാരഥ്യം വഹിച്ചു. ഇരുവരും ഖാണ്ഡവവനത്തിലെത്തി. ഖാണ്ഡവവനം ഭക്ഷിച്ചതോടെ അഗ്നി അത്യന്തം സന്തുഷ്ടനായി. ഇത്തവണ ഗാന്ധീവം എന്നു പേരുള്ള വിശേഷപ്പെട്ട ഒരു വില്ലും 4 വെള്ളക്കുതിരകളും ഒരു രഥവും മന്ത്രശക്തിയുള്ളതെന്ന് കരുതപ്പെടുന്നതും ഒരു യുദ്ധവീരനും നേരിടാൻ ആവാത്തതുമായിരിക്കുന്ന ഒരു ദിവ്യ അസ്ത്രങ്ങൾ ഉൾപ്പെടെ അമ്പൊടുങ്ങാത്ത ഒരു ആവനാഴിയുമാണ് അഗ്നി അദ്ദേഹത്തിന് സമർപ്പിച്ചത്. അഗ്നി ഖാണ്ഡവവനം വിഴുങ്ങുമ്പോൾ അവിടെ താമസിച്ചിരുന്ന മയൻ എന്നൊരു അസുരനെ അർജുനൻ സർവനാശകമായ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് ഈ അസുരൻ അർജുനൻ്റെ സുഹൃത്തായി മാറി. അതിനാൽ വിശ്വകർമാവ് നിർമ്മിച്ച നഗരത്തിൽ അർജുനെ സന്തോഷിപ്പിക്കാനായി മയൻ മനോഹരമായ ഒരു സഭാമണ്ഡപം നിർമ്മിച്ചു കൊടുത്തു. ഈ മണ്ഡപത്തിൻ്റെ പല ഭാഗങ്ങളും വിഭ്രമമുളവാക്കുന്നതിന് പറ്റിയതായിരുന്നു. അങ്ങനെയാണല്ലോ ഈ മന്ദിരം സന്ദർശിക്കാനെത്തിയ ദുര്യോധനന് സ്ഥലജലഭ്രമം, വെള്ളമുള്ളിടത്ത് വെള്ളമില്ലെന്നും വെള്ളമില്ലാത്തിടത്ത് വെള്ളമുണ്ടെന്നും ഉള്ള തോന്നലുണ്ടായത്. ഇപ്രകാരം പാണ്ഡവരുടെ സമ്പൽ സമൃദ്ധി മൂലം ദുര്യോധനൻ അപമാനിതനായി. അദ്ദേഹം പാണ്ഡവരുടെ ബദ്ധശത്രുവായി മാറി. ഏതാനും ദിവസം കഴിഞ്ഞ് രാജാ യുധിഷ്ഠിരൻ നിന്ന് അനുവാദം വാങ്ങി തന്നോടൊത്ത് ഹസ്തിനാപുരത്തിൽ വസിക്കുന്ന യദുക്കളുടെ നേതാവായിരിക്കുന്ന സത്യാഗിയുമൊത്ത് കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോന്നു. ഒപ്പം കാളിന്തിയും ഉണ്ടായിരുന്നു. മടങ്ങിയെത്തിയ ഉടൻ ദൈവജ്ഞരായിരിക്കുന്ന പലരുമായി ആലോചിച്ച് ഒരു നല്ല മുഹൂർത്തത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രൗഢിയോടും കൂടി അദ്ദേഹം കാളിന്തിയെ വിവാഹം കഴിച്ചു. ഈ വിവാഹോത്സവം ഇരു വിഭാഗത്തിലുള്ളവർക്കും അത്യധികം ആനന്ദം പകർന്നു. എല്ലാവരും ആ മഹോത്സവം ആഹ്ലാദപൂർവ്വം കൊണ്ടാടി. അവന്തിപുരത്തിൽ, ഇന്നത്തെ ഉജ്ജയിനി, അന്ന് വിന്ദൻ, അനുവിന്ദൻ എന്ന 2 രാജാക്കന്മാരുണ്ടായിരുന്നു. ഇരുവരും ദുര്യോധനന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവർക്ക് യോഗ്യയും പണ്ഡിതയും സുഭഗയുമായ മിത്രവിന്ദ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ ഒരമ്മായിയുടെ മകളാണ് അവൾ. അവളുടെ വിവാഹം സ്വയംവര രീതിയിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവളുടെ തീവ്രമായ അഭിലാഷം കൃഷ്ണനെ ഭർത്താവായി കിട്ടണമെന്നായിരുന്നു. സ്വയംവര മണ്ഡപത്തിൽ കൃഷ്ണനും ഹാജരായി. മറ്റുള്ള രാജാക്കന്മാർ നോക്കി നിൽക്കെ അവളെ ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. കൃഷ്ണനെ നേരിടാൻ ശേഷിയില്ലാത്ത രാജാക്കന്മാർ പരസ്പരം നോക്കി നിൽക്കുക മാത്രം ചെയ്തു. ഈ സംഭവത്തിന് ശേഷം കൃഷ്ണൻ കോസല രാജാവിൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു. നഗ്നചിത്ത് ആണ് അന്ന് കോസലം ഭരിച്ചിരുന്നത്. അദ്ദേഹം ധാർമ്മികനും വൈദികമായ അനുഷ്ഠാന കർമ്മങ്ങളെ അനുസരിക്കുന്നവനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ പുത്രിയാണ് സത്യ. സത്യ നഗ്നജിത്തിൻ്റെ പുത്രി എന്ന അർത്ഥത്തിൽ നഗ്നജിതി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. താൻ തീറ്റിപ്പോറ്റിയിരുന്ന ശക്തിയും സാഹസികതയും തികഞ്ഞ 7 കാളകളെ പരാജയപ്പെടുത്താൻ കഴിയുന്ന രാജാവിന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു രാജാ നഗ്നജിത്തിൻ്റെ ആഗ്രഹം. ഒരു രാജാവിന് ഈ കാളകളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒരു രാജാവിനും ഈ കാളകളെ പരിചയപ്പെടുത്താൻ സാധിച്ചില്ല. അതിനാൽ ആർക്കും സത്യയെ വിവാഹം കഴിക്കാനും പറ്റിയില്ല. ഈ 7 കാളകൾക്കും അസാമാന്യ ശക്തി ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെ ഗന്ധം പോലും അവ സഹിച്ചിരുന്നില്ല. ഈ കാളകളെ കീഴ്പ്പെടുത്താൻ വന്ന രാജാക്കന്മാരൊക്കെ അവയെ നിയന്ത്രണത്തിന് പകരം സ്വയം തോറ്റതേയുള്ളൂ. ഈ വാർത്ത രാജ്യമെമ്പാടും വ്യാപിച്ചിരുന്നു. കാളകളെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ സത്യയെ നേടാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ കൃഷ്ണൻ കോസലത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. അനേകം ഭടന്മാരോടുകൂടി ഒരു സാധാരണ സന്ദർശനം എന്ന രീതിയിൽ അദ്ദേഹം അയോധ്യ പ്രദേശത്തെത്തി. സത്യയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച കൃഷ്ണൻ വന്നിരിക്കുന്നതായി അറിഞ്ഞപ്പോൾ കോസല രാജാവിന് വളരെ സന്തോഷമായി.
രാജ്യത്തേക്ക്, തൻ്റെ രാജ്യത്തേക്ക് തികഞ്ഞ പ്രൗഢിയോടുകൂടി കൃഷ്ണനെ സ്വാഗതം ചെയ്തു. കൃഷ്ണൻ എത്തിച്ചേർന്നപ്പോൾ രാജാവ് അദ്ദേഹത്തെ അനുയോജ്യമായ പീഠത്തിൽ ഉപവിഷ്ടനാക്കി. എല്ലാം ഭംഗിയായി കൃഷ്ണനും രാജാവിനും തൻ്റെ ഭാവി സ്വശൂരൻ എന്ന് കരുതി സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. തന്നെ വിവാഹം കഴിക്കാൻ കൃഷ്ണൻ നേരിട്ട് വന്നിരിക്കുന്ന വാർത്ത നഗ്നജിത്തിൻ്റെ പുത്രിയായ സത്യ ലക്ഷ്മീദേവിയുടെ ഭർത്താവ് തന്നെ സ്വീകരിക്കാൻ ദയാപൂർവ്വം വന്നെത്തിയതിൽ അത്യധികം സന്തുഷ്ടയായി. കൃഷ്ണനെ വിവാഹം കഴിക്കുക എന്ന ആഗ്രഹം അവൾ ചിരകാലമായി പരിപോഷിച്ചു പോന്നതാണ്. താൻ ആഗ്രഹിച്ചയാളെ ഭർത്താവായി ലഭിക്കാൻ അവൾ വ്രതാനുഷ്ഠാനം നടത്തുകയും ചെയ്തിരുന്നു. അവൾ ചിന്തിച്ചു, എൻ്റെ കഴിവിനെ തക്ക വിധം ഞാൻ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇക്കാലം എത്രയും കൃഷ്ണനെ ഭർത്താവായി കിട്ടണമെന്ന് താൻ ആത്മാർത്ഥമായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ എൻ്റെ ചിരാഭിലാഷം നിറവേറ്റിത്തരും, സംശയമൊന്നുമില്ല. തുടർന്ന് മനസ്സാ കൃഷ്ണനെ പ്രണമിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, പരമദിവ്യ പുരുഷോത്തമന് എന്നിൽ പ്രീതി ഉണ്ടായതെങ്ങനെ? അദ്ദേഹം എല്ലാവരുടെയും നാഥനും പ്രഭുവുമാണ്. പരമദിവ്യ പുരുഷോത്തമന് തൊട്ടടുത്ത സ്ഥാനമുള്ള ലക്ഷ്മിദേവി, ശിവൻ, ബ്രഹ്മാവ്, വിവിധ ലോകങ്ങളിലുള്ള എണ്ണമറ്റ ദേവഗണങ്ങൾ എന്നിവരൊക്കെ എപ്പോഴും ഭഗവാനെ പ്രണമിച്ചിരുന്നു. ഭക്തജനങ്ങളുടെ അഭിലാഷം സാധിച്ചു കൊടുക്കാൻ പല അവതാരങ്ങളിലൂടെ ഭഗവാൻ ഭൂമിയിൽ വരാറുമുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയാണ് സംതൃപ്തനാക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്രയ്ക്ക് വലിയവനും ഉന്നതനുമാണ് അദ്ദേഹം. പരമദിവ്യ പുരുഷന് ഭക്തൻ്റെ മേൽ അഹൈതുകമായിരിക്കുന്ന കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനാകൂ എന്ന് അവൾ കരുതി. അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു തൻ്റെ ശീർഷകത്തിൽ ഇങ്ങനെ കാണുന്നു, പ്രിയപ്പെട്ട ഭഗവാനെ, ഞാൻ അവിടുത്തെ നിത്യദാസനാണ്. എങ്ങനെയോ ഞാൻ ഈ ഭൗതിക ലോകത്തിൽ വന്ന് പതിച്ചുപോയി. ഇവിടെ നിന്നും എന്നെ ഉയർത്തി അവിടുത്തെ പാതാരബിന്ദത്തിലേക്ക് പൊടിയിലെ ഒരണുവായിട്ട് എന്നെ ഉറപ്പിച്ചാൽ അവിടുത്തെ ഈ നിത്യദാസനോട് കാണിക്കുന്ന വലിയ ഔദാര്യമായിരിക്കും അത്. സേവനാതത്വത്തിൽ വിനീതമായിരിക്കുന്ന ഭാവം കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റൂ. ആധ്യാത്മിക ആചാര്യൻ്റെ നിർദ്ദേശമനുസരിച്ച് ഭഗവത് സേവനം എത്ര വർദ്ധിപ്പിക്കുന്നുവോ അത്രയ്ക്ക് നാം ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗത്തിൽ പുരോഗതി നേടും. നാം സേവനമനുഷ്ഠിച്ചു എന്നതിൻ്റെ പേരിൽ ഭഗവാന്റെ കാരുണ്യമോ അനുഗ്രഹമോ ആവശ്യപ്പെടാൻ നമുക്ക് അവകാശമൊന്നുമില്ല. അദ്ദേഹം നമ്മുടെ സേവനം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തെന്നും വരാം. എന്നാൽ സേവനത്തിൽ കൂടി മാത്രമേ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കൂ, മറ്റൊരു വഴിയുമില്ല. ഇതാണ് ആധ്യാത്മിക പടികൾ കടക്കുമ്പോൾ ഒന്നാമത്തെ പടി തന്നെ ലക്ഷ്യം തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമമായ ലക്ഷ്യം നമുക്ക് പരമപദപ്രാപ്തിയായിരിക്കണം. ആ പരമപദപ്രാപ്തി ലക്ഷ്യം ഉറപ്പിച്ചാൽ പിന്നെ അനുഷ്ഠാനങ്ങൾ അതനുസരിച്ചായിരിക്കണം. ആ അനുഷ്ഠാനങ്ങളൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് ഉതകുന്നതായിരിക്കും. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുക? ഭഗവാൻ എന്താണോ ഇച്ഛിക്കുന്നത്, ഭഗവാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത്, അത് അതേപടി അനുസരിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം എന്താ? ഭഗവാന്റെ ഉപദേശങ്ങൾ അതേപടി അനുസരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഏത് ധർമ്മ്യാമൃതപദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാന പരമാ ഭക്താസ്യ അതീവം പ്രിയ എന്ന് ഭഗവാൻ ഭക്തിയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അത്യന്തം പ്രിയ എന്താ? ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധർമ്മമാർഗത്തെ ശ്രദ്ധാപുരസരം ആരനുസരിക്കുന്നുവോ അവൻ അത്യന്തം പ്രിയമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനുഷ്ഠാനങ്ങളെല്ലാം ഭഗവാനെ പ്രീതിപ്പെടുത്തണം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടോ ഒരു കാര്യവും ചെയ്യരുത്. അപ്പോൾ അനുഷ്ഠാനത്തിൻ്റെ ഗതി മാറും. നമ്മൾ ആധ്യാത്മികതയിൽ പ്രവർത്തിക്കുമ്പം ഈ സത്സംഗങ്ങളും വലിയ പാരായണങ്ങളും ജപതപാദികളും യോഗയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ അനുഷ്ഠാന മുറകളൊക്കെ മറ്റാരെയും പ്രീതിപ്പെടുത്താനോ ബോധവൽക്കരിക്കാനോ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനോ അത് വകുപ്പ് മാറും അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ അനുഷ്ഠാനങ്ങൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം. അത് ഭഗവാൻ അതിൻ്റെ ഫലത്തെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെടാൻ പാടില്ല. ഭഗവാൻ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ പ്രീതിപ്പെടുകയോ പ്രീതിപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ. സേവനത്തിൽ കൂടി മാത്രമേ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കൂ.
മറ്റൊരു വഴിയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി അനുസരിച്ചാൽ ഭഗവാൻ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രദ്ധാപുരസ്സരം അതനുസരിക്കുന്നവരെ ഭഗവാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്ടപ്പെടുന്നു ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. പിന്നെന്താ, മറ്റെല്ലാ ധർമ്മങ്ങളും വിട്ടിട്ട് എനിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവരുടെ സകല ദോഷങ്ങളെയും ഇല്ലാതാക്കി എന്നെ ചേർത്ത് കൊള്ളാമെന്നും ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ യാതൊരു സംശയത്തിന് അവകാശമില്ലല്ലോ. അതുകൊണ്ട് അതാണ് ഇവിടെ ഈ സത്യ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും കൃഷ്ണനെ പറ്റി കേട്ടറിഞ്ഞ് കൃഷ്ണനെ ഉപാസിക്കുന്ന ആളായിരുന്നു. അതിന് വേണ്ടിയിട്ട് വ്രതാനുഷ്ഠാനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ ഏർപ്പെടുത്തിയ മത്സരങ്ങളിൽ പോലും ഇതുവരെ ഒരു രാജാക്കന്മാർക്കും ജയിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈശ്വരേച്ഛ എന്താണോ അത് ആ ഒരു തലത്തിലേക്ക്, ഇതൊക്കെയാണ് യോഗക്ഷേമം. ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കൊണ്ട് സാധിക്കപ്പെടാത്ത കാര്യമൊന്നുമില്ല. അപ്പോൾ മനസ്സ് വിചാരിച്ചിരുന്ന ആളെ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിച്ചു. ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ ഈ കാളകളുടെ മത്സരം ഉണ്ടെങ്കിൽ അതിനെ പോലും ജയിച്ചുകൊണ്ട് കൃഷ്ണൻ സത്യ വിവാഹം കഴിക്കുന്നത് കണ്ടോളൂ. അപ്പം രാജാ നഗ്നജിത്ത് സ്വതേ ഒരു ധാർമ്മികനാണ്. കൃഷ്ണൻ തൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ കഴിവിൻ്റെയും അറിവിൻ്റെയും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കാൻ രാജാവ് തയ്യാറാവുകയും ചെയ്തു. അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ സ്വയം ഇങ്ങനെ അവതരിപ്പിച്ചു: പ്രിയപ്പെട്ട ഭഗവാനെ, പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ ഉടമ അവിടുന്നാണ്. ജീവജാലങ്ങളുടെ മുഴുവൻ വിശ്രമസ്ഥാനമായിരിക്കുന്ന നാരായണനാണ് അങ്ങ്. ആത്മാരാമനായിരിക്കുന്ന അങ്ങ് സ്വന്തം ഐശ്വര്യം കൊണ്ട് സന്തുഷ്ടനാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തെങ്കിലും അവിടത്തേക്ക് സമർപ്പിക്കുക? എന്തെങ്കിലും സമർപ്പിച്ചാൽ തന്നെ ഞാൻ എങ്ങനെ അതുകൊണ്ട് അങ്ങയെ തൃപ്തനാക്കാൻ സാധിക്കും? അത് അസാധ്യമാണ്. കാരണം ഞാൻ നിസ്സാരനായിരിക്കുന്ന ഒരു ജീവി മാത്രമാണ്. സത്യത്തിൽ അങ്ങയെ സേവിക്കാനുള്ള കഴിവ് പോലും എനിക്ക് തീരെയില്ല. ജീവാത്മാക്കളുടെ എല്ലാം പരമാത്മാവാണ് കൃഷ്ണൻ. അതിനാൽ നഗ്നജിത്തിൻ്റെ മകളായ സത്യയുടെ മനസ്സറിയാൻ അദ്ദേഹത്തിന് കഴിയും. ഇരിപ്പിടം, ഭക്ഷ്യവസ്തുക്കൾ, വാസസ്ഥലം തുടങ്ങിയവയൊക്കെ നൽകി തന്നെ പൂജിച്ച് രാജാവിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. പെൺകുട്ടിയും പെൺകുട്ടിയുടെ പിതാവും തന്നെ അവരുടെ ഉറ്റ ബന്ധുവുമായിരുന്നു. കിട്ടാൻ അത്യന്തം ഉത്കണ്ഠയുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ കിട്ടാൻ ഉത്കണ്ഠയുള്ളവരാണ് എന്ന വസ്തുതയും മാനിക്കുകയും ചെയ്തു. പുഞ്ചിരിയോടുകൂടി വലിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു: പ്രിയപ്പെട്ട രാജാ നഗ്നജിത്ത്, സ്വന്തം നില സ്ഥിരമായിട്ടുള്ള ഒരു രാജാവും ഒന്നും ഒരിക്കലും ആവശ്യപ്പെടുകയില്ലെന്ന് അങ്ങേക്കറിയാവുള്ളതാണല്ലോ. ഒരു ക്ഷത്രിയൻ്റെ രാജ്യത്തിൽ വേദാനുസാരികളായിരിക്കുന്ന പണ്ഡിതന്മാർ ഇത്ര അഭ്യർത്ഥനകൾ കരുതിക്കൂട്ടി തന്നെ വിലക്കിയിട്ടുണ്ട്. ഒരു ക്ഷത്രിയൻ ഈ ചട്ടം ലംഘിച്ചാൽ അയാളുടെ പ്രവൃത്തിയെ പണ്ഡിതന്മാർ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ വക നിയമാക തത്വങ്ങൾ ഒക്കെ ഉണ്ടായെങ്കിലും അങ്ങ് നമുക്ക് നൽകിയ സ്വീകരണത്തിന് പകരമായിട്ട് നാം തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിൻ്റെ അങ്ങയുടെ പുത്രിയെ നമുക്ക് വിവാഹം കഴിച്ച് തരണമെന്ന് നാം ആവശ്യപ്പെടുകയാണ്. അങ്ങയുടെ മകളെ സ്വീകരിക്കുന്നതിന് പകരമായിട്ട് എന്തെങ്കിലും നൽകുക എന്നത് നമ്മുടെ വംശപാരമ്പര്യത്തിൽ പതിവില്ലെന്ന കാര്യം അങ്ങയെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ വിലയായിട്ട് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നൽകാനാവില്ലെന്ന കാര്യം അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ എന്ന് വച്ചാൽ 7 കാളകളെ തോൽപ്പിച്ചാലേ കന്യകയെ കൊടുക്കൂ എന്ന നിബന്ധന പാലിക്കാതെ തന്നെ തനിക്ക് സത്യവിവാഹം കഴിച്ച് തരണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. കൃഷ്ണൻ്റെ ഈ വാക്കുകൾ കേട്ട നഗ്നജിത്ത് പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനെ, സർവ്വസുഖങ്ങളുടെയും സർവ്വ ഐശ്വര്യങ്ങളുടെയും സർവ്വഗുണങ്ങളുടെയും സംഭരണിയാണ് അവിടുന്ന്. അതുകൊണ്ട് അങ്ങയുടെ മാറി സ്ഥിതി ചെയ്യുന്ന സർവ്വ ഐശ്വര്യ ദേവതയായിരിക്കുന്ന ലക്ഷ്മി അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ എൻ്റെ മകൾക്ക് അങ്ങേക്കാൾ യോഗ്യനായിട്ടുള്ള ഒരു ഭർത്താവ് മറ്റാരാ ഉള്ളുക? എൻ്റെ മകളും ഇങ്ങനെ ഒരവസരത്തിന് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്നു. യദുവംശത്തിലെ പ്രമുഖനാണ് അങ്ങ്. യോഗ്യനായിരിക്കുന്ന ഒരാളെ മകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ പരീക്ഷണത്തിൽ വിജയിയാകുന്നവനെ മാത്രമേ അവളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് ആദ്യം തന്നെ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു എന്ന് ദയവായിട്ട് അവിടുന്ന് അറിഞ്ഞാലും. എൻ്റെ പ്രതിശ്രുത ജാമാതാവ് പരാക്രമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പരപരീക്ഷ വച്ചിരിക്കുന്നത്. അങ്ങ് ഭഗവാൻ കൃഷ്ണന് വീരന്മാരിൽ വീരൻ. ഈ 7 കാളകളെ നിഷ്പ്രയാസ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നേ വരെ ഒരു രാജാവിനും അവയെ മെരുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഒരുങ്ങിയവരുടെ ഒക്കെ കൈകാലുകൾ
ഒടിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അങ്ങക്കിത് സാധിക്കും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് അങ്ങ് മത്സരത്തിൽ പങ്കെടുക്കണമെന്നാണ് രാജാവിൻ്റെ നിർദ്ദേശം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.